കോഴിക്കോട്ട് ദളിത് യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചെന്ന് പരാതി. കൊയിലാണ്ടി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്നാണ് ആരോപണം. മലാപ്പറമ്പ് സ്വദേശി ഹരിനന്ദനാണ് മർദ്ദനമേറ്റത്. വാഹനാപകടവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ വൈകിയെന്ന് ആരോപിച്ചാണ് മർദ്ദിച്ചത്. തലയിലും മുഖത്തും പോലീസുകാർ അടിച്ചെന്നും താടിയിലെ രോമങ്ങൾ വലിച്ചു പറിച്ചെന്നും ഹരിനന്ദ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ചേച്ചി സ്റ്റേഷനിലേക്ക് വിളിച്ച സമയത്ത് എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങിച്ച് ഇപ്പോൾ SI സാർ ചോദിച്ച് എൻ്റെ അമ്മയോട് ചോദിക്കും നിനക്കെത്ര തന്തയുണ്ട് അങ്ങനെയാണ്. പിന്നെ എല്ലാ പോലീസുകാരോട് കൂടിയിട്ട് പിന്നെ കുറേ തെറി പറഞ്ഞ് ഇനി എന്താ തിന്നൽ. സ്റ്റേറിൻ്റെ സൈഡിൽ റൂമുണ്ട്, അവിടേക്ക് കൊണ്ടുപോയി ഫുള്ള് പോലീസുകാരും ചുറ്റിൽ നിന്ന് കുറേ ചീത്ത വിളിച്ച്. പിന്നെ ഒരു കറുപ്പ് ഷർട്ടിട്ട പോലീസുകാരുണ്ട്, മറ്റേ യൂണിഫോം അല്ലാത്ത, മൂപ്പര് അടിച്ച് ആദ്യം മുഖത്തടിച്ച്, പിന്നെ തലയ്ക്ക് 2 അടി ഒഴിഞ്ഞപ്പോൾ തലക്കൊന്ന് കിട്ടി, മുഖത്ത് ചെവിടി കൂട്ടുനിന്ന് കിട്ടി. പിന്നെ താടി ഇവിടെ ഇതെന്താ ഫാഷനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, വെറുതെ വെച്ചാൽ അവിടെ മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പിടിച്ച് വലിച്ചറിയാൻ പറഞ്ഞു. സാർ വേദന എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേദന അല്ലാണ്ട് ഇക്കിളിയാവനാണോ പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു പിടി രോമം പിടിച്ച് പറിച്ച്. ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് വേദന, മറ്റേ ഇക്കിളിയാവനല്ലല്ലോ ചെയ്യുന്നത്, വേദന അവനല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് നമുക്കിപ്പം ചേരുന്നത്. അഭിജിത്ത്, ഗുഡ് ഈവനിങ്. കോഴിക്കോട്ട് ഈ ദളിത് യുവാവിന് നേരിട്ടത് എന്താണെന്ന് അയാൾ തന്നെ ഇപ്പോൾ നമ്മളോട് പറയുകയാണ്. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്, അതോടൊപ്പം തന്നെ മർദ്ദിച്ചത്, ഇതിലൊക്കെ നമുക്ക് അന്വേഷിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ്? പോലീസിന് ഇതിൽ എന്താണ് പറയാനുള്ള മറുപടി? സുജിയ, ദിവസങ്ങൾക്ക് മുൻപ് ഹരിനന്ദിന്റെ വാഹനം മറ്റൊരു വാഹനവുമായി ഇടിച്ച് ഒരു അപകടമുണ്ടായിരുന്നു. അതിനു പിന്നാലെ ആദ്യം ഒരു പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദിവസങ്ങൾക്കിപ്പുറം ഇതൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കൊയിലാണ്ടി പോലീസ് ഹരിനന്ദിനെ വിളിച്ചു. പക്ഷേ ഹരിനന്ദ് അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഹരിനന്ദിന് പോകാനും കഴിഞ്ഞില്ല. ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും പോലീസ് വിളിച്ചതനുസരിച്ച് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഹരിനന്ദ് വീണ്ടും കൊയിലാണ്ടി സ്റ്റേഷനിലെത്തി. അപ്പോഴാണ് ഈ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായത് എന്നുള്ളതാണ് ഹരിനന്ദിന്റെ പരാതി. ആദ്യം സ്റ്റേഷനിലെത്തിയപ്പോൾ ഹരിനന്ദിനോട് സ്റ്റേഷനകത്തേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ നിങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകാൻ വൈകി എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പല പദപ്രയോഗങ്ങളും ഹരിനന്ദിന് നേരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആരോപണം. അച്ഛനെയും അമ്മയെയും മോശം വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചു. നിനക്കെത്ര തന്തയുണ്ട് എന്ന് ചോദിച്ചു. ഒപ്പം തന്നെ നായകൾ നിന്നേക്കാൾ ഭേദമാണല്ലോ തുടങ്ങിയ വളരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുവെന്നും ഹരിനന്ദ് പറയുന്നുണ്ട്. അതിനുശേഷമായിരുന്നു മർദ്ദനം. ഒരു സിവിൽ ഡ്രസ്സിലുള്ള ഒരു പോലീസുകാരൻ, കറുത്ത ഡ്രസ്സ് അണിഞ്ഞ ഒരു പോലീസുകാരൻ സ്റ്റെയർ കേസിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുഖത്ത് 3 തവണ അടിച്ചു. ആകെ സ്റ്റെക്കായി പോയെന്ന് ഹരിനന്ദ് പറയുന്നു. അതിനുശേഷമാണ് ഹരിനന്ദിന്റെ മുഖത്തെ രോമങ്ങൾ പിടിച്ചു വലിച്ചത്. വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വേദനിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പോലീസുകാർ മറുപടി പറഞ്ഞുവെന്നും ഹരിനന്ദ് പറയുന്നുണ്ട്. ഏതായാലും അതിനുശേഷം ഹരിനന്ദിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. ഹരിനന്ദ് ആശുപത്രിയിലെത്തി ചികിത്സ തേടി. അതിനുശേഷം ഇപ്പോൾ വടകര DYSPക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പോലീസുകാരുമായി ബന്ധപ്പെടുമ്പോൾ CCTV ദൃശ്യങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല തുടങ്ങിയ മറുപടിയാണ് പോലീസുകാരിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും വടകര DYSPക്ക് ഹരിനന്ദ് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ആവശ്യം. ഏതായാലും ഇങ്ങനെ ഒരു ആരോപണം ഒരു ദളിത് യുവാവിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന സാഹചര്യത്തിൽ എന്ത് അന്വേഷണമാണ് നടക്കുക, എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സുജിയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്. സ്റ്റേഷനിൽ ഹാജരാകാൻ വൈകിയതിനാണ് ഈ ക്രൂരതയൊക്കെ അഭിനന്ദിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്.